ഈരാറ്റുപേട്ട നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിലുള്ള പ്രളയ പുനരധിവാസ പാക്കേജിന്റെ ഉദ്ഘാടനം പ്രൗഢമായ സദസ്സിൽ നടന്നു. തോട്ടുമുക്ക് ദുരിതാശ്വാസ സാമഗ്രി കളക്ഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ അധ്യക്ഷത വഹിച്ചു. മുഹീദ്ദീൻ മസ്ജിദ് ഇമാം സുബൈർ മൗലവി, അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ.എം.എ. ഖാദർ, നൈനാർപള്ളി ചീഫ് ഇമാം അഷ്റഫ് മൗലവി അൽ കൗസരി, പുത്തൻപള്ളി പരിപാലന സമിതി പ്രസിഡന്റ് സാലിഹ് നടുവിലേടത്ത്, മുഹീദ്ദീൻ മസ്ജിദ് പരിപാലന സമിതി പ്രസിഡന്റ് അഫ്സാർ പുള്ളോലിൽ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ വി.എം. സിറാജ്, നഗരസഭാ സെക്രട്ടറി വിപിൻ കുമാർ, റഫീഖ് പേഴുംകാട്ടിൽ, പി.എം. അബ്ദുൽ ഖാദർ, അബ്ദുൽ ഗഫൂർ, റഷീദ് വടയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ, മഹല്ല കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പാതിരാവിലുണ്ടായ പ്രളയത്തിൽ ജീവൻരക്ഷാ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ടീം നന്മക്കൂട്ടം, ടീം എമർജൻസി, ടീം റെസ്ക്യൂ ഫോഴ്സ് സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഏവരും പ്രശംസിച്ചു. മകന്റെ ജന്മദിനാഘോഷത്തിന് വെച്ചിരുന്ന പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നൽകിയ കുന്നോന്നി സ്വദേശി സെബിനെയും കുടുംബത്തെയും ചടങ്ങിൽ അനുമോദിച്ചു. നിഷാദ് നടക്കൽ സ്വാഗതവും നിഷാദ് പാലയം പറമ്പി നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഈരാറ്റുപേട്ട ഉറക്കമുണർന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പകലിലേക്കായിരുന്നു. അതിൽ തളരാതെ തുടർ നടപടി എന്നോണം എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈരാറ്റുപേട്ട നഗരസഭയും പൗരാവലിയും ചേർന്ന് ശക്തമായ രക്ഷാപ്രവർത്തനവും തുടർന്ന് കൈപിടിക്കേണ്ടവരെ കൈപിടിച്ചും ഉയർത്തേണ്ടവരെ ഉയർത്തിയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഈ കരുതലിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ഇല്ല, പക്ഷേ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സംവിധാനമില്ലെങ്കിലും, ഒരു യൂണിറ്റ് സംവിധാനമില്ലെങ്കിലും, കമ്മിറ്റികളില്ലെങ്കിലും ഈ പൗരാവലി അതിശക്തമായി ജനങ്ങളുടെ എല്ലാ വിഷയത്തിലും ശക്തമായി ഇടപെട്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ കിച്ചൺ അതിഗംഭീരമായി മുമ്പോട്ട് പോയത്. നിങ്ങളറിയണം, ആയിരക്കണക്കിന് വരുന്ന ഭക്ഷണപ്പൊതികളാണ് 3 ദിവസങ്ങളായി ഈ സമൂഹ കിച്ചണിൽ നിന്നും, ഈ സൗഹൃദ കിച്ചണിൽ നിന്നും പുറത്തേക്ക് പോയത്. എല്ലാ വാർഡുകളിലും ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഇട്ടിരുന്നത് ഉടുത്തുന്ന മാറാൻ വസ്ത്രങ്ങളില്ലാതിരുന്ന ആ പ്രദേശത്തെ എല്ലാ പ്രദേശത്തെയും ഈ പ്രളയം എല്ലാം തുടച്ചു മാറ്റിയ വീടുകളിലേക്ക് ഇവിടെ നിന്ന് പോയ ആയിരക്കണക്കിന് വരുന്ന ഭക്ഷണപ്പൊതികളാണ് അവരുടെ വിശപ്പ് മാറ്റാൻ ഉപയോഗിച്ചത്. ആർക്കെന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, ഒരു ചെറിയ വ്യക്തി അവനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വലിയൊരാൾ വന്നിട്ട്, ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് എന്താണോ ഇവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്, വലിയൊരാൾ വന്നിട്ട് അയാൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, ചോദ്യങ്ങളില്ല. ഞാൻ ഇത് ചെയ്തു കൊടുത്തേ, അല്ലെങ്കിൽ നീ അത് ചെയ് എന്നൊരു ചോദ്യമില്ല. പറ്റുന്ന പോലെ എല്ലാവരും ശക്തമായി നിന്നുകൊണ്ട് ഭക്ഷണം പൊതികെട്ടുന്നതിന്, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നമുക്ക് എടുത്തു പറയേണ്ട സഹോദരിമാരാണ് ഈ ഇരിക്കുന്ന കൗൺസിലർമാർ, ഈ ഇരിക്കുന്ന വനിതാ കൗൺസിലർമാർ. നമ്മളൊന്ന് മനസ്സിലാക്കണം, അവർ ഈ നാടിന്റെ നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ സഹോദരിമാരാണ്. സഹോദരന്മാരുടെ കൂടപ്പിറപ്പിന്റെ വിവാഹത്തിന്റെ തലേന്ന് എന്താണോ നടക്കുന്നത്, അതുപോലെ തലേ ദിവസം വന്നിരുന്ന് പാചകത്തിന് ആവശ്യമായ പച്ചക്കറികളും മറ്റ് സംഭവങ്ങളും എല്ലാം പാചകം ചെയ്യുവാൻ ആവശ്യമായ സംവിധാനങ്ങളുമായി സഹോദരിമാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ നാടിന്റെ യുവസമൂഹം, ഈ നാടിന്റെ ആവേശമായ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത യുവാക്കൾ പാചകം ചെയ്യുന്നതിനും ഭക്ഷണം വിളമ്പുന്നതിനും കെട്ടുന്നതിനും കൊണ്ടേ കൊടുക്കുന്നതിനും എത്രത്തോളം ഒരു അർപ്പണ ബോധത്തോടു കൂടി ഈ നാട് ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അന്ന് രാത്രി ഉണ്ടായ പ്രളയം, വാസ്തവത്തിൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷമാണ് ഈ പ്രളയമുണ്ടായി. ആദ്യമായി നമ്മുടെ കൗൺസിലർ ആറ്റുതീരത്ത് താമസിക്കുന്ന ഷാഹിദ എന്നെ വിളിച്ചു പറഞ്ഞു, ചെയർമാനെ, ആറ്റിൽ നിന്ന് വെള്ളം കയറി തുടങ്ങിക്കൊണ്ട് ശക്തമായ മഴയാണ്. സാധാരണ നമുക്കറിയാം 2-3 ദിവസം മഴ പെയ്തിട്ടാണ് വെള്ളം ഈരാറ്റുപേട്ടയിൽ കയറാറുള്ളത്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി. അപ്പൊ ഞാൻ അന്ന് ഇറങ്ങിയ ഉടനെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശം താഴത്ത് നടക്കുന്ന പ്രദേശമാണ്. അവിടെ വെള്ളം കയറി കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് RRT ഗ്രൂപ്പിൽ മെസ്സേജ് വിടുകയും RRTയുടെ പ്രിയപ്പെട്ട ലീഡർമാരായ ടീം എമർജൻസിയുടെ പ്രസിഡന്റായ അഷ്റഫ് കുട്ടിയെയും, നന്മക്കൂട്ടത്തിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ഷാജിയെയും, ഗഫൂർ അംഗച്ചിയെയും, റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട നമ്മുടെ ആരിഫിനെയും, നൗഷാ അടക്കമുള്ള, അബ്ദുൽ ഖാനൊക്കെ അടക്കമുള്ള നമ്മുടെ റെസ്ക്യൂ ടീമിന്റെ ഭാരവാഹികളെയാണ് ആദ്യം വിളിച്ചത്. കാരണം മറ്റൊന്നുമല്ല,
അവരെ സംബന്ധിച്ച് ഈ നിലയിൽ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തന്നെ നഗരസഭയിൽ RRT മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഒരു ഗ്രൂപ്പ് അതിനു വേണ്ടി ഫോം ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്നുള്ള ആക്ഷനിൽ അവര് സത്യത്തിൽ പറഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അതായത് പലർക്കും അറിയാം, അവരുടെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഇവിടെ സന്തോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ജീവഹാനി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെയും ഒരു ശരീരത്ത് പോലും ഒരു പോറലേൽക്കാതെ ഇവിടെ ഒരു മനുഷ്യർക്കും ഒരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ ഈ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ടവരെ ഈ റെസ്ക്യൂ ടീമിന് ഞാൻ നൽകുകയാണ്. സമാനതകളില്ലാത്ത വലിയ ഒരു ദുരന്തമാണ് ഈരാറ്റുപേട്ടയിലേക്ക് സുനാമി പോലെ അടിച്ച് കയറി വന്നത്. ഈ നാടിനെ തോൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ ദുരന്തത്തെ തോൽപ്പിക്കാൻ ഈരാറ്റുപേട്ടയിലെ ജനസമൂഹത്തിന് സാധിച്ചുവെന്നുള്ളത് ഇവിടുത്തെ പൗരാവലിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകും, പക്ഷെ ഈരാറ്റുപേട്ട തോൽക്കില്ല. ഇവിടുത്തെ നന്മ നിറഞ്ഞ മനുഷ്യരുടെ വലിയ മലനിരകള് ഇവിടെ നമുക്ക് സംരക്ഷണം ഒരുക്കും. നമ്മുടെ നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്ന ഈ ഒരു ദുരന്തം അതിനേക്കാളും വേഗതയിൽ ആ ദുരന്തത്തിൽ നിന്നും ഈ നാടിനെ രക്ഷപ്പെടുത്താൻ ഈ നാട് ഒന്നടങ്കം സഹകരിച്ചു എന്നുള്ളതാണ് നമുക്കേറെ ആശ്വാസകരമാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തങ്ങളിൽ അകപ്പെട്ട വയനാടും കോട്ടിക്കലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ ഒരുപക്ഷെ അതിൻ്റെ പല അടയാളങ്ങളും നമുക്കിന്നും കാണാമെങ്കിലും ഈരാറ്റുപേട്ടയിലേക്ക് കടന്നു വരുന്ന ഒരാളോട് ഇത്രയും കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കം ഇവിടെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാരും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം അതിൻ്റെ അടയാളങ്ങളൊന്നും ബാക്കിയാക്കാതെ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ബഹുമാന്യനായ നമ്മുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ രാപ്പകൽ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരാഴ്ച കൊണ്ട് നമ്മുടെ നാടിനെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ആ വെള്ളപ്പൊക്കം ആരംഭിക്കുന്ന സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടി വലിയൊരു സഹായം ഈരാറ്റുപേട്ടയിലെ എല്ലാ 10ഓളം വരുന്ന സന്നദ്ധ സംഘങ്ങളുടെ ഭാഗത്തുണ്ടായ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിലുപരിയായി നമുക്കറിയാം, വ്യാപാരി വ്യവസായി എന്ന് പറയുമ്പോൾ അവരെ സഹായിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ 2019 25 ലക്ഷം രൂപ സ്വന്തം ഫണ്ടിൽ നിന്ന് വ്യാപാരികൾക്ക് വ്യാപാരം പുനഃസ്ഥാപിക്കുവാനുള്ള സഹായം ചെയ്യുവാൻ സാധിച്ചു. ഈ വർഷം സംഘടനയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും അതുകൂടാതെ സംഘടനാ സംവിധാനത്തിൽ കൂടി 50 ലക്ഷം രൂപയും കൂടി സംഘടിപ്പിച്ച് 1 കോടി രൂപ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഈരാറ്റുപേട്ടയിലെ വ്യാപാരികൾക്ക് നൽകുവാനുള്ള ശ്രമകരമായ ജോലിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാടിന്റെ ഒരുമയും സ്വരുമയും കൂട്ടായ്മയും പരസ്പര സഹകരണവും സ്നേഹവും എത്ര വലിയ ദുരന്തത്തെയും അതിജീവിക്കാൻ മാത്രം ശക്തിയുള്ളതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു കഴിഞ്ഞ ഈ ദുരന്ത കാലം. എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സാധാരണ ദുരന്തങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകത ഇത്തവണ പണ്ഡിതന്മാരായ സുഹൃത്തുക്കൾ സജീവമായി ഈ രംഗത്ത് ഇടപെട്ടു എന്നുള്ളതാണ്. അതുകൂടാതെ സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടോ അതെല്ലാം കരുത്തനായ ചെയർമാനും നിലവിലെ നഗരസഭയും ചേർന്ന് വാങ്ങിച്ചു തരുമെന്ന് നമുക്ക് അവരുടെ വാക്കിൽ നിന്നും ഉറപ്പായിട്ടുണ്ട്. പ്രവർത്തിച്ച എല്ലാ സംഘടനകളും എല്ലാ ഒറ്റപ്പെട്ടും കൂട്ടായ്മയായും ഈ നാടിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ വെള്ളപ്പൊക്ക ഭീഷണി ഇനിയും നമുക്ക് കൃത്യമായി ഉണ്ടാവും എന്ന് പ്രവചിക്കാൻ പറ്റില്ലെന്ന് പ്രതീക്ഷിക്കണം. കാരണം
ഈ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഇരാറ്റുപേട്ട ഗോസ്കയിലും അവയിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്നു. ഒരു മനസ്സമാനത്തോടെ ഇനിയുള്ള ഒരു രാത്രി പോലും മഴക്കാലത്ത് ഒന്ന് കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യമേ ഇതിലേക്ക് ഭാഗത്ത് വെള്ളം കയറും. ഇതിന് ഒരു പരിഹാരം നമ്മൾ ആരും നിർദ്ദേശിച്ചില്ല. അതിന്റെ പരിഹാരം വെച്ചാൽ മഴ പിടിച്ചുവിട്ടാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പരിഹാരം നമ്മൾ കണ്ടെത്തണം. കാരണം രാത്രി 12 മണിക്ക് നമ്മൾ ഏകദേശം വെള്ളപ്പൊക്കം തുടങ്ങിയത്. അതിന്റെ ഒരു ഇന്ന് ഒരാഴ്ച 8 ദിവസമായിട്ടും അതിന്റെ കഴിവ് നമ്മൾ പോയത് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ നിലയിൽ എത്താൻ സാധിച്ചത്. കാരണം ഞാൻ ഈ 12 മണി മുതൽ രാത്രി ഇതൊക്കെ പള്ളിയുടെ നിലയിൽ അവിടെ ഓടി എത്തുകയും ആ സമയം മുഴുവൻ ഇതെല്ലാം ഓരോ വെള്ളം കയറുന്ന ഭാഗങ്ങളും കണ്ടോട് ഇരുന്ന പ്രവൃത്തിയാണ്. കാരണം നമുക്കറിയാം തൊട്ടടുത്തുന്ന പോലും ആൾക്കാർക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം മൊയ്തീൻ വില്ലേജ് അവിടെ മൊയ്തീൻ പള്ളിയിൽ കയറി, അതുപോലെ അതിനുള്ള വീടുകളിൽ, അതുപോലെ ഓഡിറ്റോറിയത്തിൽ, സ്കൂളുകളിൽ, അതുപോലെ നമുക്ക് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവർക്കൊക്കെ വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടായി. അതൊക്കെ നമ്മുടെ ഈ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും, കാരണം ഈ പൗരാവലിയും അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാന്റെ ശക്തമായ നേതൃത്വത്തിൽ നടന്ന ഈ നമ്മുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഈ പ്രവർത്തനം കൊണ്ട് പ്രത്യേകം നന്ദി പ്രവർത്തിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു വ്യക്തിയെ ഞാൻ സ്മരിക്കുന്നത് രാഷ്ട്രീയമൊന്നും കാണരുത്, ഒരു വനിതയായതുകൊണ്ടാണ് ഈ ഷാജിദയെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കാരണം ഞാൻ ആ ഷാജിദയുടെ ഓട്ടം ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ച ഒരു വാർഡ് എന്ന് പറയുന്നത് ഷാജിദയുടെ വാർഡാണ്. ഒരു സ്ത്രീ എന്ന നില വിട്ട് അവരുടെ ഓട്ടത്തെ, അവരുടെ പരിശ്രമത്തെ, അവരുടെ ത്യാഗത്തെ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് അനുസ്മരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം അവരെ അർഹതപ്പെട്ടതാണ്. ജനങ്ങൾക്കിടയിലും നമ്മുടെ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഒരു പ്രാഥമിക കണക്കുകൾ പോലും കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് ഇത്രയും ഫീൽഡിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ അടിയന്തരമായിട്ടൊരു കൗൺസിൽ കൂടാനായിട്ട് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ള വിവിധ മേഖലയിലുള്ള നഷ്ടങ്ങൾ, ഏതാണ് 40ഓളം മേഖലയിലുള്ള നഷ്ടങ്ങൾ, സാനിറ്റേഷൻ മേഖലയിലുണ്ടായ നഷ്ടങ്ങൾ, ഇതുകൂടാതെ നമ്മുടെ റോഡുകൾക്കുണ്ടായ നഷ്ടങ്ങൾ, ഇവയെക്കുറിച്ചുള്ള പ്രാഥമിക കണക്കെടുക്കാനും അത് പെട്ടെന്ന് സർക്കാരിലേക്ക് എത്തിക്കാനും എനിക്ക് സഹായിച്ചത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നേതൃത്വമുള്ള ഞങ്ങളുടെ 29 കൗൺസിൽ അംഗങ്ങളാണ്. അവരുടെ ഈ അവസരത്തിലുള്ള തീർത്ഥാർത്ഥികളായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ 3 റെസ്ക്യൂ ഫോഴ്സ് ആണ്. ഈരാറ്റുപേട്ടയിലെ ഖലാസുകൾ എന്നറിയപ്പെടുന്ന ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ് എന്നീ 3 രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട റെസ്ക്യൂ ടീമുകൾ ഈരാറ്റുപേട്ടയെ വലിയൊരളവിൽ ആപത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് വേണം പറയാൻ. ഇതൊരു മുന്നറിയിപ്പാണ്. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ടത് തന്നെ ചെയ്യണം എന്നുള്ള മുന്നറിയിപ്പ്. ഈ ടീം റെസ്ക്യൂ ഫോഴ്സ് എന്റെ മാത്രമല്ല, ഞാൻ ഒന്നിന്റെ അധ്യക്ഷനേ ഉള്ളൂ. ഈ 3 ആളുകൾ ലൈവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അപകടം ഉണ്ടായത് കൊണ്ട് പിരിച്ചുവിടുന്ന സംവിധാനമല്ല, മറിച്ച് ഈ സംസ്ഥാനത്ത് എവിടെ ദുരന്തം ഉണ്ടായോ അവിടെയൊക്കെ ഈ നാട്ടുകാരുടെ കാശ് കൊണ്ട് ഓടിയെത്തി റെസ്ക്യൂ ചെയ്യുന്ന ഒരു വലിയ സംരംഭത്തിന് ഉടമകളാണ്. അപ്പൊ ഇതിനെ റെസ്ക്യൂവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിയാം. ഈ സംവിധാനം ഞങ്ങൾക്ക് ധാരാളം, എനിക്ക് എന്റെ കൂടെ 50 ആളുകളുണ്ട്, ബാക്കി എല്ലാ റെസ്ക്യൂ ടീമിന്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, ഈ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു യോഗം ചേർന്നു. ആ യോഗം ചേർന്നപ്പോൾ ഞാൻ നിലവിളിച്ചു, ഞങ്ങളുടെ റെസ്ക്യൂവിന് ബോട്ടില്ല, ആയുധങ്ങളില്ലാന്ന് പറഞ്ഞു. ദുബായിൽ നിന്ന് ഒരു സഹോദരൻ അത് കേട്ടു, ലൈവായിരുന്നു കേട്ടു. ഞാൻ ഇറങ്ങി എന്റെ കടയിൽ വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബോട്ട് വേണം, ഇച്ചിരി കാശായിരുന്നു. കാശ് നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല, നിങ്ങൾക്ക് വേണ്ട സാധനം പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം 2.25 ലക്ഷം രൂപ ഇന്ന് രാവിലെ ഞങ്ങളുടെ റെസ്ക്യൂ ടീം എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൈവച്ച് തന്നിരിക്കുക. അത് ഒരു കാര്യം. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം പാട്, അതുപോലെ സ്കൂബ സെറ്റ്, വെള്ളത്തിൽ മുങ്ങാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ ആളുകൾ സ്പോൺസർ ചെയ്തിരിക്കുക. പ്രളയമുണ്ടായപ്പോൾ ഈ 3 സംഘടനയിലും പെട്ട ആളുകൾ അന്ന് രാത്രി 12 മുതൽ ഈരാറ്റുപേട്ടയുടെ പല പ്രാന്തപ്രദേശങ്ങളിലും ഞാനടക്കമുള്ള ഞങ്ങളുടെ ടീമിന്റെ ആൾക്കാരും എല്ലാ റെസ്ക്യൂ പ്രവർത്തകരും ഉണ്ടായിരുന്നു. സമയോചിതമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പടച്ചമ്പരാൻ ഒരു അനുഗ്രഹം തന്നതിന്റെ ഭാഗ്യം കൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ, ഒരു മനുഷ്യജീവൻ പോലും പൊഴിയാതെ ഈ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാൻ സാധിച്ചത്. ഏറ്റവും അധികം പ്രളയം ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ഈരാറ്റുപേട്ട താഴത്ത് നടക്കൽ പ്രദേശം. എന്റെ ജീവിതോപാധിയായ ഞാനടക്കമുള്ള 10-20ഓളം വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ മുച്ചൂടും മൂടിപ്പോവുകയും
അതോടൊപ്പം തന്നെ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഈരാറ്റുപേട്ട മസ്ജിദുൽ മുബാറക്കിന്റെ ഒരു നില മൂടിപ്പോവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിന് സമീപത്തായി ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷേ നീണ്ട 50 വർഷക്കാലത്തെ പരിജ്ഞാനം മീനച്ചിലാറുമായി അത്രയേറെ അദമ്യമായ ബന്ധമുള്ള ഞാൻ ഒരു വേള നിസ്സംഗനായി നിന്നു. കാരണം എന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പറഞ്ഞു, ഇതിലും മുകളിൽ ഇനി വെള്ളം കയറില്ല, 100% ഉറപ്പാണ്. ഒരു നില വീട്ടിൽ താമസിക്കുന്ന എനിക്ക് എന്റെ സാധന സാമഗ്രികൾ മാറ്റിവെക്കുവാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടും പക്ഷേ ആ പ്രളയജലം എന്റെ പ്രിയപ്പെട്ടവളുടെ തലയ്ക്ക് മുകളിൽ വന്നപ്പോൾ എനിക്ക് വീടിന്റെ കട്ടളയിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ജനലുകളും വാതിലുകളും നിലയില്ലാ കയത്തിൽ അടഞ്ഞു പോയപ്പോൾ എനിക്ക് രക്ഷകരായി എത്തിയത് എന്റെ പ്രിയപ്പെട്ട ഈരാറ്റുപേട്ടയിലെ റെസ്ക്യൂ സംവിധാനങ്ങളാണ്.